ടേസ്റ്റ് ഓഫ് ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ചിക്കൻ തോരൻ വെച്ചാലോ? ആദ്യം തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ ബെൽ ബട്ടൺ കൂടി അമർത്തണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ അപ്പോൾ തന്നെ ലഭിക്കുകയുള്ളൂ. നമ്മൾ ചിക്കൻ തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ഒരു 300 ഗ്രാമോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു കഷ്ണം ചെറിയ ഇഞ്ചി ചതച്ചത്, അതുപോലെ 5-6 അല്ലി വെളുത്തുള്ളി ചതച്ചത്, ഒരു 4-5 ചുമന്നുള്ളി ചതച്ചത്, 2 ചെറിയ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചെറുതായിട്ട്. പിന്നെ ആവശ്യത്തിന് കരിയാപ്പിലയും വേണം, 2-3 വറ്റൽമുളകും വേണം. ചട്ടി ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് കടുകും കരിയാപ്പിലയും ഇട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചൂടായി വന്നപ്പോൾ അതിലേക്ക് ചതച്ച് വെച്ചിരുന്ന ചുമന്നുള്ളി ഇട്ട് കൊടുത്തു. ആ ചുമന്നുള്ളി ഏകദേശം വഴന്ന് വന്നപ്പോൾ ചെറുതായി കൊത്തി അരിഞ്ഞ് വെച്ചിരുന്ന സവോള കൂടി ചേർത്ത് കൊടുത്തു. സവോള ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നപ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരുന്ന 2 പച്ചമുളക് കൂടി അതിലേക്ക് ചേർത്തു. ഇനി കുറച്ച് അതിനുള്ള ആവശ്യത്തിനുള്ള ഉപ്പുകല്ല് കൂടി ഇട്ട് നന്നായി ഇളക്കി അത് സവോളയൊന്ന് വഴറ്റിയെടുക്കാം. നന്നായി വഴന്ന് വന്നു കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇത് ചിക്കൻ തോരനായതുകൊണ്ട് തന്നെ നമ്മൾ കണ്ടമാനം പൊടികളൊന്നും ചേർക്കുന്നില്ല. ഒരു 1/2 സ്പൂൺ ചുമന്ന മുളക് പൊടി, നല്ല എരിവുള്ളതാണ്, കാശ്മീരി അല്ല. പിന്നെ ഒരു 1/2 സ്പൂൺ തന്നെ മല്ലിപ്പൊടി, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. കാരണം ചിക്കൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറവായതുകൊണ്ടാണ് ഇത്രയും സാധനങ്ങൾ കുറച്ച് ചേർക്കുന്നത്. ഈ പൊടികളൊക്കെ ഏകദേശം ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഗരം മസാല പൊടി കൂടി ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ആ സമയത്ത് ഗരം മസാല പൊടി ഇല്ലെങ്കിൽ ചിക്കൻ മസാലയാണെങ്കിലും ഒരു 1/2 സ്പൂണോളം ഇട്ട് കൊടുക്കാം. മസാലപ്പൊടികളെല്ലാം നമ്മൾ പൊതുവെ വീട്ടിൽ തന്നെ തയ്യാറാക്കി വെക്കുന്നതാണ് കൂടുതൽ നല്ലത് കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന ഗുണത്തേക്കാളും ദോഷം ചെയ്യും ചില മസാലപ്പൊടികളൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ. ഗരം മസാലപ്പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അടുത്തൊരു വീഡിയോയിലൂടെ ഞാൻ ഇടാവേ. അപ്പോൾ നമ്മുടെ മസാലയും കൂടി ചേർത്തു. നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കഴുകി വാരി ചെറുതായിട്ട് നുറുക്കി വെച്ച ബോൺലെസ് ആണ് കൂടുതൽ നല്ലത്. ഇതിനകത്ത് അധികം ബോൺസ് ഇല്ല. അപ്പോൾ അത് കൂടെ അതിലേക്ക് വാരിയിട്ട് കൊടുക്കാം. നമ്മൾ ചിക്കനൊക്കെ മേടിക്കുമ്പം ഒരു കുറച്ച് ഭാഗം എടുത്ത് മാറ്റി വെച്ചാൽ മതി. തോരൻ വെക്കാൻ വേണ്ടി മാത്രമായിട്ട് ചിക്കനൊന്നും മേടിക്കണ്ട. അതുപോലെ തന്നെ ചിക്കൻ തോരനൊക്കെ വെക്കുമ്പം ഒരുപാട് കൂടുതൽ നമ്മൾ കറിയും മറ്റുള്ള റെസിപ്പീസ് ആക്കുന്ന പോലെ ആക്കണ്ട. കുറച്ചായിരിക്കും നല്ലത്. ചൂടോടെ കൂട്ടാനാണ് കൂടുതൽ നല്ലത്. കാരണം തേങ്ങാപ്പീരയൊക്കെ ചേർക്കുന്നതല്ലേ. ഈ ചിക്കൻ തോരൻ ചോറിനും ചപ്പാത്തിക്കൊക്കെ വളരെ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ മസാലയിൽ കിടന്ന് ചിക്കൻ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത് കഴിഞ്ഞ് നമ്മളത് മൂടി വെച്ചാൽ മതി. ഒട്ടും വെള്ളം ചേർക്കണ്ട. ചിക്കനിൽ നിന്ന് തന്നെയുള്ള വെള്ളം ഇറങ്ങി ആ ചിക്കൻ ആവശ്യത്തിന് വെന്തോളും. അത് കഴിഞ്ഞ് നമ്മളൊരു പിടി തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്തൊന്ന് ആ തേങ്ങ നമുക്ക് യോജിപ്പിച്ച് വെക്കാം. അത് അങ്ങനെ ചേർക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ തോരനകത്തേക്ക് ഇട്ട് കഴിയുമ്പോൾ തേങ്ങാപ്പീര വെളുത്തിരിക്കും. അല്ലെങ്കിൽ ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇപ്പോൾ നമ്മൾ ചേർത്തത്. ഒരിക്കൽ കൂടി ചിക്കനൊക്കെ നന്നായിട്ട് ഇളക്കിയിട്ട് മൂടി വെച്ച് കൊടുക്കാം. എപ്പോഴും തീ സിമ്മിലായിരിക്കണം കേട്ടോ. തീ കൂട്ടി വെക്കുമ്പോൾ നമ്മുടെ ചിക്കനകത്ത് അധികം വെള്ളമില്ലാത്തതുകൊണ്ട് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്, ചോട്ടിൽ പിടിക്കാനും. ഇനി നമുക്ക് ഈ കറിയിലേക്ക് ഒരു 3/4 സ്പൂൺ കുരുമുളക് പൊടിച്ചത്, അതായത് കൃഷി ചെയ്താൽ മതി, തീരെ ഭസ്മം പോലെയൊന്നും പൊടിയണ്ട. നമുക്ക് ചെറുതായിട്ടൊക്കെ കടിക്കാൻ കിട്ടുമ്പം തോരനല്ലേ, നല്ല ടേസ്റ്റാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പീര കൂടി ഇട്ട് കൊടുക്കാം. തേങ്ങാപ്പീര കൂടെ ചേർത്ത് കഴിയുമ്പോൾ വെള്ളം കുറവാണെങ്കിൽ ഒരു അനക്കിന് കൈവെള്ളം തളിക്കാം. പക്ഷേ ഇതിനകത്ത് കുറവില്ലായിരുന്നു. കാരണം നമ്മൾ ചിക്കൻ്റെ അകത്തു നിന്നുള്ള വെള്ളത്തിൽ ഏകദേശം നമ്മുടെ ചിക്കൻ വെന്ത് കഴിഞ്ഞു. ഇനി കുറച്ച് കരിയാപ്പില കൂടി തൂളി കൊടുക്കാം. എന്നിട്ട് ഒരിക്കൽ കൂടെ അത് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എളുപ്പമാണ്,
എത്രയും വേഗം ആക്കാം. മക്കൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ റെഡിയാക്കി കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. ചിക്കൻ തോരൻ നമുക്കത് ഒന്നും കൂടെ ഇളക്കിയിട്ട് കഴിയുമ്പോൾ നമ്മുടെ ഒന്ന് ചെറുങ്ങനെ ഉടച്ചു കൊടുത്താൽ നല്ലതായിരിക്കും. കാരണം ചെറിയ പീസാണെങ്കിലും തോരൻ എന്നാണല്ലോ അതിൻ്റെ പേര് തന്നെ. അപ്പോൾ നമുക്ക് ഗ്രേവിയും സവോളയുടെയും തേങ്ങാപ്പീരയും ചിക്കൻ്റെ പീസും എല്ലാം കൂടെ ഒന്നിച്ച് കിട്ടും. നമുക്ക് ചോറിൻ്റെ കൂടെയാണ് ഏറ്റവും എനിക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നിയത്. ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ നല്ലതാണ് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും ബൈ.